ഹായ് ഗൈസ്. അപ്പം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ഗ്യാപ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ പറയാം. പിന്നെ ഇനി തുടർന്ന് അങ്ങോട്ട് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ കാണണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഔട്ട്ഡോറിൽ നമ്മളൊരു ചെറിയൊരു അടുപ്പ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുകയില്ലാത്ത അടുപ്പാണ് സ്മോക്ക്ലെസ് വുഡ് ഓവൻ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നിർമ്മിക്കുന്നത് സ്മോക്ക്ലെസ് ഓവൻ തന്നെയാണ്. നിങ്ങൾ പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും പഴയ വീട് റിനോവേഷൻ ചെയ്യുന്നതാണെങ്കിൽ പോലും പഴയ അടുപ്പ് മാറ്റി വെക്കുന്നവർ പോലും ഇപ്പോൾ ഈ ഒരു സ്മോക്ക്ലെസ് ഓവനാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള അടുപ്പാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പാണ് നമ്മളിവിടെ ഔട്ട്ഡോറിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുപ്പൊന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് അടുപ്പൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്. ഇത് നമ്മൾ 2 ബർണറിൻ്റെ അടുപ്പാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ബർണർ എന്നുള്ളത് സിംഗിൾ ബർണറുണ്ട്, അതുപോലെ തന്നെ 3 ബർണർ ഓവനും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ 2 ബർണറിൻ്റെ ഒരു ഓവനാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 2 ബർണർ ആണെങ്കിൽ പോലും നമ്മളിവിടെ തീ കത്തിക്കുന്നത് ഒറ്റ ബർണറിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ തീ കത്തിക്കുന്നത്. അപ്പോൾ ഇതിലെ വിറക് വെച്ച് നമ്മൾ തീ കത്തിക്കും. ഇവിടെ കലം വെച്ച് നമ്മൾ പാചകമൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗശേഷം നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ അടുപ്പാണെന്ന് പോലും പറയില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമ്മുടെ പാചകമൊക്കെ കിടക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗം വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇതിലെയാണ് തീ കത്തിച്ചതിൻ്റെ പുകയും ചൂടും കരിയും ഒക്കെ നമുക്ക് ഈ കുഴൽ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം വെക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളം ചൂടാക്കാനോ വെള്ളം തിളപ്പിക്കാനോ എന്തെങ്കിലും ചൂടാക്കാനോ ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കത്തുന്നതിന് ചൂടനുസരിച്ച് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്. 2 ബർണറാണ്. അത്യാവശ്യം നമുക്ക് ആഹാരമൊക്കെ പാചകം ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓവൻ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈപ്പ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ വീടിൻ്റെ ഒക്കെ ആണെങ്കിൽ വീടിൻ്റെ പുറത്ത് ആയിട്ട് പൈപ്പ് വരും. പിന്നെ അഥവാ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മുടെ അടുപ്പിൻ്റെ പൈപ്പ് വരുന്നതെങ്കിൽ നമ്മളത് ഉള്ളിൽ കൂടെ കൊടുക്കും. അപ്പോൾ സാധാരണ വീടിൻ്റെ ഫ്രണ്ടിൽ പൈപ്പ് വന്നാൽ നമ്മൾ ഗ്ലാഡിങ് ടൈലും അതുപോലെ തന്നെ നമ്മൾ വീടൊക്കെ നല്ല മനോഹരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പൈപ്പ് വന്നാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചിമ്മിനിക്കുള്ളിൽ കൂടെ നമ്മൾ അടുപ്പ് പൈപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സാധാരണ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ 2 ബർണറിനൊക്കെയാണ് നമുക്ക് ഒരു ടെൻഷനും വേണ്ട. സൈഡിൽ കൂടെ തന്നെ നമുക്ക് പൈപ്പ് കൊടുക്കാം. 3 ബർണർ വരുമ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടായിരിക്കും പൈപ്പ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അകത്തും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതടുപ്പാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇതുപോലെയുള്ള അടുപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീട് പഴയതോ പുതിയതോ റിനോവേഷൻ ചെയ്യുന്നതോ ഏതായാലും നമ്മൾ അടിപൊളി അടുപ്പ് നിങ്ങളുടെ വീട്ടിൽ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് പണിയുന്നത് നമ്മളുടെ കയ്യിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന 10-30 കുറഞ്ഞത് 10-30 ലക്ഷം രൂപ എങ്കിലും മുടക്കിയായിരിക്കും നമ്മൾ വീട് പണിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഫിക്സ് ചെയ്യേണ്ട അടുപ്പും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇത് 2mm ഏറ്റവും നല്ല ഒരു അടുപ്പാണ്. ജിൻഡാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള അടിപൊളി ഓവനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോക്കലായിട്ടുള്ള അടുപ്പൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഈ സ്റ്റീലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അത് കത്തുന്നതിനനുസരിച്ച് ഇത് സ്റ്റീലൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല അടുപ്പ് തന്നെ വീട്ടിലേക്ക് ചൂസ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂടെ നമ്മളൊരു ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടുപ്പിൽ കത്തിക്കുമ്പോൾ കനൽ കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കനലിട്ട് ഇങ്ങോട്ട് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ അടുപ്പിനൊപ്പം തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും കൂടെ ഉള്ള അടുപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അടുപ്പ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലേഡീസ് ആയിരിക്കുമല്ലോ കൂടുതലും അടുക്കളയിൽ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കണം പാചകം ഫിക്സ് ചെയ്ത് അവിടെ അടുപ്പ് ഫിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഹൈറ്റ് കൂടി നമ്മൾ അടുപ്പിടാൻ പോകുന്ന സ്ഥലത്തൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹൈറ്റ് ഭയങ്കര കൂടുതൽ. അപ്പോൾ നമ്മൾ അടുപ്പിട്ട് വരുമ്പോഴത്തേക്കും ഒരു 9 ഇഞ്ചും കൂടെ അടുപ്പ് പൊങ്ങും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റിൽ മാത്രമേ പാചകം നിർമ്മിക്കാവുള്ളൂ. മുകളിലേക്ക് പോയാൽ നമുക്ക് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ താഴേക്ക് താന്നു പോയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പൊക്കത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ അരപ്പൊക്കം വരുന്ന ഒരു ഹൈറ്റിൽ വെക്കുവാണെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് പാചകമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതിയിൽ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് നമ്മുടെ ഈ അടുപ്പിൻ്റെ വിശേഷമൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.